പോലെ കളക്ടർ ശാലിനിയായിട്ടല്ല, സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനി വിഷ്ണുവായി. വീണ്ടും മനസ്സിലെ സ്വപ്നങ്ങൾ നിറയ്ക്കുക. സത്യമ്മ എന്നെയും സത്യയും വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം സത്യ അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടന് വേണ്ടി അവരെ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സത്യാമ്മയുടെ ഈ മനമാറ്റത്തിന് അതിന് പിന്നിൽ തീർച്ചയായിട്ടും ശാരദാമ്മയുടെ ദൈവങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ടാവും. ഇല്ലെങ്കിൽ ഇത്ര വേഗം സത്യാമ്മയുടെ മനസ്സ് മാറില്ല. ഹലോ, നീ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. അമ്മായിയമ്മ സ്നേഹം തുളുമ്പുന്ന ഭാഷയിൽ തേനൂറുന്ന വാക്കുകളിലൂടെ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറി വിളിച്ചിട്ട് പോയിരിക്കല്ലേ. ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നീ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മനസമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്നെ കൊണ്ട് ഞാൻ അവിടുന്ന് കുടിപ്പിക്കില്ല. അവിടെ നീ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ ഉള്ളിൽ ഞാൻ തീർക്കുന്ന പെരുമ്പറ മേളം ഉണ്ടാവും. ഭയത്തിന്റെ, ടെൻഷന്റെ, ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയിൽ നീ നിന്നുരുകും. ആ അവസ്ഥയിൽ നിന്നെ ഞാൻ എത്തിക്കും. പപ്പി നിന്റെ മകളാണെന്ന സത്യം സത്യഭാമ അറിഞ്ഞാൽ നിന്റെ അനിയത്തി ശ്യാമയുടെ ജീവിതം വെഡ്ഡിംഗ് ആനിവേഴ്സറിയോടുകൂടി അവസാനിക്കും. അടുത്ത ആനിവേഴ്സറിക്ക് അവക്ക് ശാരദാമ്മയുടെ അടുക്കള ചായ്പിലിരുന്ന് സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞോണ്ട് കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അയവിറക്കാം. സത്യഭാമ പറയുന്നതിനപ്പുറം രോഹിത്തിന് മറ്റൊരു വാക്കും ലൈഫും ഇല്ല എന്നുള്ള സത്യം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഇനി നീ തീരുമാനിക്ക, സത്യഭാമ ആ സത്യം അറിയണോ വേണ്ടയോ എന്ന്. സത്യാമ്മ ഇത് അറിയാതിരിക്കാൻ വേണ്ടി നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്ന തുക എത്രയാ? അപ്പോ കളികളെല്ലാം നീ പഠിച്ചു. ആള് സ്ട്രെയിറ്റ് ഫോർവേഡായി. വിചാരിക്കുന്ന നിമിഷം തന്നെ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടായി. സിവിൽ സർവീസ് പരീക്ഷ എഴുതിയതുകൊണ്ട് ഗുണമുണ്ടായി. പട്ടിണി എടുക്കേണ്ടി വരില്ല. തുകയുടെ വലിപ്പം പറഞ്ഞില്ല. 10 ലക്ഷം രൂപ, 10 lakhs. അതും അഡ്വാൻസ് ആയിട്ട്. ഇത് കാശിന് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. എന്റെ കയ്യിലുള്ള ബോംബിന് എത്ര മൂല്യമുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കണ്ടേ. വിത്തിൻ an hour, 1 മണിക്കൂറിനുള്ളിൽ പണം എന്റെ കൈ കിട്ടണം. സ്ഥലം ഗാന്ധി സ്ക്വയർ. പണത്തിന്റെ ഇടപാടല്ലേ, അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ സമക്ഷത്ത് തന്നെ ആവട്ടെ ഡീലിംഗ്. പിന്നെ ആദ്യമിടുക്ക് കാണിക്കരുത്. കളക്ടറുടെ പവർ കാണിക്കാനായിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് നീ കാണിച്ച അറിയാലോ, ഉടപ്പിറന്നവളുടെ ഭാവി കോഞ്ഞാട്ടയാവും. ഇല്ല.